ധർമ്മസ്ഥല കൂട്ടസംസ്കാര ആരോപണത്തിൽ വൻ രാഷ്ട്രീയ വഴിത്തിരിവ്. സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണയുമായി ബി.ജെ.പി. സംസ്ഥാന ഘടകം രംഗത്തു വന്നിരിക്കുന്നു. കൊല്ലപ്പെട്ട സൗജന്യയുടെ കുടുംബത്തെ ബി.ജെ.പി. അധ്യക്ഷൻ ബി.വൈ. വിജയേന്ദ്ര സന്ദർശിച്ചു. സൗജന്യ കേസിൽ പുനരന്വേഷണത്തിനായി നിയമസഹായം നൽകുമെന്ന് അദ്ദേഹം കുടുംബത്തിന് ഉറപ്പ് നൽകി. സൗജന്യ കൊല്ലപ്പെട്ട 13 വർഷത്തിന് ശേഷം ആണ് ബി.ജെ.പിയുടെ ഈ നീക്കം. കർണാടകയിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടിയാണ് ഈ നീക്കം ഇടയാക്കിയിട്ടുള്ളത്. ദക്ഷിണ കന്നഡ ബി.ജെ.പി. എം.പി. ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌട്ടയും സംസ്ഥാന അധ്യക്ഷനോടൊപ്പം ഉണ്ടായിരുന്നു. വൈകാരിക രംഗങ്ങൾക്കാണ് കൂടിക്കാഴ്ച വഴിവെച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കെ.വി. ബൈജു ആണ് ചേരുന്നത്. ബൈജു, ചില രാഷ്ട്രീയ നീക്കങ്ങൾ നമുക്കറിയാം. ഈ വിഷയം പല മാധ്യമങ്ങളും ആദ്യം ചർച്ച ചെയ്യാൻ മടിച്ച ഒന്നാണ്. ന്യൂസ് 18 തുടർച്ചയായി വാർത്തകൾ അടക്കം പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളും എതിർപ്പുകളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ SIT ഇപ്പോഴും അന്വേഷണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനിടെയാണല്ലോ പതിറ്റാണ്ടുകളായി നീതിക്ക് വേണ്ടി പോരാടുന്ന കുടുംബത്തിന് പിന്തുണയുമായി ഇപ്പോൾ ബി.ജെ.പി. എത്തുന്നത്. ഈ നീക്കത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? തീർച്ചയായും അഭിലാഷേ, SITയുടെ അന്വേഷണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. അതായത് ഈ സൗജന്യ അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട് 13 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം. പ്രത്യേകിച്ച് ഈ ധർമ്മസ്ഥലയിൽ ആക്ഷൻ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് തന്നെ ഈ ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന കൂട്ടായ്മയാണ്. പ്രത്യേകിച്ച് ഈ സൗജന്യയുടെ അമ്മയുടെ സഹോദരൻ വിട്ടൽ ഗൌഡ, ഇദ്ദേഹമാണ് ഈ ആക്ഷൻ കമ്മിറ്റിക്ക് മുൻപന്തിയിലുള്ളത്. ഇവരെ നേരിട്ട് കാണാൻ വേണ്ടി ഇത്തരത്തിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ തയ്യാറായി എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത്. ഇവരുമായി മണിക്കൂറുകളോളം സൗജന്യയുടെ വീട്ടിലെത്തി ചർച്ച ചെയ്യുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, ഈ കേസിൽ ഇത് നേരത്തെ സുപ്രീം കോടതി ഇതിൽ ഒരു പ്രതിയെ ശിക്ഷിക്കപ്പെട്ടു, സന്തോഷ് റാവു എന്ന് പറയുന്ന ഇയാളെ അവസാനം കുറ്റവിമുക്തരാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ പുനരന്വേഷണവുമായി പോവുകയാണെങ്കിൽ സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകാമെന്ന ഉറപ്പും കുടുംബത്തിന് നൽകി. വളരെ വൈകാരികമായ രംഗമാണ് ഈ സമയത്ത് ഉണ്ടായിരുന്നത് എന്ന് പറയേണ്ടി വരും. അത് ഇതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇദ്ദേഹം ഇവരെ വീട്ടിൽ സന്ദർശിക്കുന്ന കാരണം കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഈ ആക്ഷൻ കമ്മിറ്റിക്കെതിരെ രംഗത്ത് വന്നത് ബി.ജെ.പി. MLA-മാരാണ്. നിയമസഭയിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള ആക്ഷൻ കമ്മിറ്റിക്കെതിരെ ഇവരുടെ പ്രതികരണവും അതുപോലെ തന്നെ പ്രസ്താവനയും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവവികാസം എന്നതും ശ്രദ്ധേയമാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പ്രതിരോധത്തിലായ ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവരുടെ കുടുംബത്തിന് വലിയ തോതിലുള്ള പിന്തുണ ഈ ബി.ജെ.പി. പ്രവർത്തകർ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് RSSന്റെ ഉൾപ്പെടെ ഒരു പിന്തുണ ഈ കുടുംബത്തിന് തുടക്കം മുതൽ തന്നെ ഉണ്ട്. 2023-ലാണ് ഇയാളെ ഇതിൽ പ്രതിയാക്കപ്പെട്ട ആളെ കുറ്റവിമുക്തരാക്കുന്നത്. അതിനുശേഷമാണ് ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന സംഘടന രൂപീകരിക്കുന്നത്. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം സജീവമാകുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ നീക്കം. എന്തായാലും ബി.ജെ.പിയുടെ ഇനി അടുത്ത നീക്കം എന്നതും വളരെ ശ്രദ്ധേയമാണ്. SIT അന്വേഷണം വളരെ ഊർജിതമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ബംഗളഗുഡ്ഡെ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് സൗജന്യയുടെ അമ്മയുടെ സഹോദരൻ ചൂണ്ടിക്കാട്ടിയ വിട്ടല ഗൌഡ എന്ന് പറയുന്ന അയാൾ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്നും ഒന്നിലധികം മൃതദേഹാവശിഷ്ടങ്ങൾ വീണ്ടും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരമൊരു സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത് പ്രസക്തമാകുന്നത് ബി.ജെ.പിയുടെ ഇനി അടുത്ത നീക്കം എന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നടക്കുന്നത് യൂട്യൂബറും ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരുമായ മനാഫിനെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുന്നുണ്ട് എന്നതാണ്. അല്പസമയം മുമ്പാണ് മനാഫിനെ ബൽത്തങ്ങാടി ഓഫീസിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത്. ഇന്നലെ 1 മണിയോട് കൂടിയാണ് മനാഫ് SITക്ക് മുന്നിൽ ബൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസിൽ ഹാജരാകുന്നതും. ഇന്നും ഇയാളെ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്. പ്രധാനമായും വിദേശ ഫണ്ട് വന്നു എന്ന ഒരു ആരോപണമാണ് മനാഫിനെതിരെ ഉയർന്നിട്ടുള്ളത്. ആ കാര്യത്തിൽ SIT വിശദമായ പരിശോധന നടത്തുന്നു. മനാഫിനോടൊപ്പം തന്നെ അഭിഷേക് എന്ന് പറയുന്ന യൂട്യൂബറെയും ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ മഹേഷ് ഷെട്ടി, തിമിരോടി, T. ജയന്ത്, ഗിരീഷ് തുടങ്ങിയ ആക്ഷൻ കമ്മിറ്റി നേതാക്കളുടെ ഒക്കെ മൊഴി SIT രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതായാലും 53 ദിവസമായിരിക്കുന്നു SIT അന്വേഷണം. ഇതുവരെ SITയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി ഏതെങ്കിലും തരത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല, ഫോറൻസിക് പരിശോധനാ ഫലം സൂചിപ്പിക്കുന്നത് പോലെ ദിവസങ്ങൾ പിന്നിടുകയാണ്. ഏതാണ്ട് 2 മാസത്തോളം ആകുന്നു. ഇത് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിൽ പരിശോധനകളൊക്കെ നടക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഈ പരിശോധനകൾ അവസാനിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, കൂടുതൽ
വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ സംശയകരമായ ഇടങ്ങളിലേക്കോ ഒക്കെ പരിശോധന വ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിലിപ്പോൾ ഈ ഫോറൻസിക് പരിശോധനാ ഫലമടക്കം ഈ മൃതദേഹാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അസ്ഥികൂടങ്ങളുടെ ഭാഗങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അത്തരം വലിയ കടമ്പകൾ ഇനിയും തുടരുകയല്ലേ? കാരണം ഇതിൽ ഈ DNA പരിശോധന ഇത് മനുഷ്യൻ്റേതാണോ ഈ അസ്ഥികൂട ഭാഗമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആ അസ്ഥികൂട ഭാഗവുമായി സാമ്യമുള്ള DNA-കളെ പരിശോധന നടത്തേണ്ടതുണ്ട്. അങ്ങനെ അതിസങ്കീർണമായ നടപടിക്രമങ്ങൾ തുടരാൻ തന്നെയല്ലേ ഈ സംഘത്തിൻ്റെ തീരുമാനം? തീർച്ചയായും അഭിലാഷേ, ഇക്കാര്യത്തിൽ ഒരുപാട് സങ്കീർണതകളുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ DNA പരിശോധനാ ഫലം അതൊക്കെ വലിയ കാലതാമസം ഉണ്ടാകുന്ന കാര്യമാണ്. ഏതായാലും ഇത് മനുഷ്യന്റെ അസ്ഥികൂടമാണെന്ന പ്രാഥമിക ഫോറൻസിക് പരിശോധനാ ഫലം SITക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്ര പഴക്കമുണ്ട്, ഏത് രീതിയിലുള്ള മരണമാണ്, അത്തരം കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ പുതുതായി ഈ ബംഗളഗുഡയിൽ നിന്നും കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഒരു ഭാഗത്തുണ്ട്. ഒപ്പം ഈ ഗൂഢാലോചന, ഈ പ്രധാനമായും ക്ഷേത്രത്തെ തകർക്കാൻ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, വിദേശത്ത് നിന്നും ഉൾപ്പെടെ ഫണ്ട് എത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വലിയ തോതിലുള്ള ആരോപണം ഉയർന്ന സാഹചര്യം കൂടിയുണ്ട്. SITക്ക് മുന്നിൽ അവരുടെ മുന്നിൽ അന്വേഷണത്തിന്റെ ഭാഗമാണ് ഈ കാര്യങ്ങളും. അതായത് SIT പ്രധാനമായും ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന കാര്യമാണ് SIT ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിനപ്പുറം ശാസ്ത്രീയ തെളിവുകൾ കൂടുതൽ ശേഖരിക്കേണ്ടതുണ്ട്, കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്കാണ് SIT ഇപ്പോൾ കടക്കുന്നത്. 90 ദിവസത്തിനകമാണ് ഇത്തരത്തിൽ കോടതിയിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SIT കടക്കും. ഇതാണ് ധർമ്മസ്ഥലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. SIT അന്വേഷണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ രാഷ്ട്രീയമായ ചില വഴിത്തിരിവുകൾ, പ്രത്യേകിച്ച് സൗജന്യയുടെ കുടുംബത്തിന് നിയമസഹായമടക്കം ഉറപ്പു നൽകുകയാണ് BJP. ആ കുടുംബത്തെ സന്ദർശിക്കാൻ BJP നേതാക്കൾ തയ്യാറാവുകയും ചെയ്തു.